എനിക്ക് തോന്നുന്നത് പുറത്തെ രാജ്യത്തെ കോച്ചുകളാവുന്നത് വളരെ റെയർ ആയിട്ട് നടക്കാറുള്ളൂ ഫുട്ബോളില്. ഹു വിൽ ബി ദി വിന്നർ ഓഫ് ISL ദിസ് സീസൺ? അടുത്ത 25-ാം തീയതി IPL ഓപ്ഷൻ നടക്കുന്നുണ്ട്. മിസ്റ്റർ IPL സുരേഷ് റെയ്ന. ഞാനൊന്നും അത് ജന്മത്തെ അംഗീകരിക്കില്ല, മരിക്കണവർ അംഗീകരിക്കില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ബാക്കി ഡിസ്കഷനിലോട്ട് പോവാം. യുവർ ലവ് മേക്സ് മീ സ്ട്രോങ്, യുവർ ഹേറ്റ് മേക്സ് മീ അൺസ്റ്റോപ്പബിൾ. കഴിഞ്ഞ 20 കൊല്ലത്തിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം ക്രിറ്റിസിസം, ഹേറ്റ്രഡ്, ഡിസ്റെസ്പെക്റ്റ് ഇത്രയും ലഭിച്ച മറ്റൊരു പ്ലെയർ ഇല്ല. ഇന്നലെ പോളണ്ടിനെതിരെ അതിമനോഹരമായ ഒരു ആക്രോബാറ്റിക് ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 39. യു ക്യാൻ ഡിസ്റെസ്പെക്ട് ഹിം, ക്രിറ്റിസൈസ് ഹിം, ഹെയ്റ്റ് ഹിം, ബട്ട് യു കനോട്ട് ഇഗ്നോർ ഹിം. ഒറ്റ കേസ് നിങ്ങൾ ആലോചിച്ചാൽ മതി. യു വിൽ മിസ് ഹിം വൺസ് ഹി ഈസ് ഗോൺ. അതുകൊണ്ട് ഉള്ള സമയം ആസ്വദിക്കുക. കാരണം ഇനി ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കലും മറ്റൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവുകയുമില്ല. നോബഡി ക്യാൻ ഫിൽ ഹിസ് ബൂട്ട്സ്. പക്ഷെ ആ ഗോൾ ഹെഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ല. ഇതില് നീ സത്യം പറഞ്ഞ ഒരു എഡിറ്റർ എന്ന നിലയിലുണ്ടല്ല, കുറച്ച് BGM ഒക്കെ കേട്ടിട്ട് എഡിറ്റ് ചെയ്ത് വിടുന്ന സാധനമാണ് ഇത്. അത്രയും ബിൽഡപ്പ് കൊണ്ടുവന്നിട്ട് ഹെഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ല എന്നുള്ളൂ പറഞ്ഞ കാര്യം. എടാ രാത്രി 3 മണിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന് കണ്ട കളിയാണ്. ഈ പറഞ്ഞ പോലെ പെനാൽറ്റി അടിച്ചപ്പോ വിചാരിച്ച് ചിലപ്പോ സബ് ഇറക്കൂന്ന്. പക്ഷെ ആ സിസർ അടിച്ചപ്പോ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ. എടാ എന്താ പറയാ, കുറെ നാളുകൾക്ക് ശേഷം പുള്ളിക്കാരന്റെ മുതൽ ഒരു ചിരി ഉണ്ടായി. അത് കണ്ടപ്പോ കിട്ടിയ ഒരു പ്യുവർ ജോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പുള്ളി അടിച്ചപ്പോ ഇങ്ങനെ എന്താ പറയാ, അതൊക്കെ ലൈവ് കണ്ടാവും കിട്ടണ. അത് പനിയൊക്കെ ഇരുന്ന്. നിനക്ക് ബ്രൂണോടെ ഗോൾ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? പക്ഷെ ഞാൻ ഒരു ഹാഫ് വരെ കളി കണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് പോളണ്ട് പോർച്ചുഗലിനെ അടിച്ചിരുത്തിന്ന് പറഞ്ഞ ഞാൻ വിചാരിച്ച് ഇമാരെന്ത് പിന്നാക്കളിയാ കളിക്കണേന്ന്. കാരണം ഒരു അറ്റാക്ക് വന്നില്ല, ഒരു ക്രോസ് വന്നില്ല. റാഫേലി എപ്പോഴും കളിക്കണ പോലെ പൊങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. സെക്കൻഡ് ഹാഫില് നമ്മുടെ PSG കളിക്കണ ഇതിനെ മാറ്റിയിട്ട് വിറ്റീനെ വന്ന് ആർക്കോ പകരം ജോ ഗോമസിന് പകരം വിറ്റീനെ വന്ന്. പിന്നെ കളി മാറി, കുറച്ചും കൂടി അറ്റാക്കിങ് ആയി, കൺട്രോളിങ് ആയി. പിന്നെ ഒബിയസ്ലി പെഡ്രോനെറ്റോടെ ഗോള് ക്രിസ്ത്യാനോ അസിസ്റ്റ് ചെയ്ത്, റാഫേലിയോടെ ന്യൂനോ മെൻഡസ് ആയിരുന്നു അസിസ്റ്റ് ചെയ്ത്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പോ ക്വാളിഫൈ ആയി, ടേബിളിലെ ടോപ്പാണ്, ലീഗിലെ ടോപ്പ് സ്കോററാണ്, ഹാപ്പിയാണ്. ലീഗില് ടോപ്പ് സ്കോറർ ആണ്. അല്ല ബെറ്റ് വെക്കാനുണ്ടോ? ബെറ്റ് നേഷൻസ് ലീഗ് 3 കാറ്റഗറിയാണ്. 1 ലീഗ് A, 2 ലീഗ് B, 3 ലീഗ് C. ഈ പറഞ്ഞതുപോലെ ലീഗ് സിയിലാണ് ഗൈക്കോറസ് ടോപ്പ് സ്കോറർ, ലീഗ് ബിയില് ഹാളൻഡ് ടോപ്പ് സ്കോറർ, ലീഗ് എയില് ടോപ്പ് സ്കോറർ ചെക്ക്. എടാ നീ നോക്കിയോ, ഫോൺ ചെക്ക് ഇവിടെ സെർച്ച് ചെയ്തോ. 5 ഗോളും 3 അസിസ്റ്റും ഉണ്ട്. ബെറ്റ് ചെയ്യാൻ തരാ. നേഷൻസ് ലീഗ് ടോപ്പ് സ്കോറർ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഗൈക്കറസ് നേഷൻസ് ലീഗിലെ ലീഗ് തേർഡ് ടയർ ലീഗ് ഉണ്ട്, 3ാമത്തെ ലീഗ്, അതിലാണ് ഗൈക്കറസ് ടോപ്പ് സ്കോറർ. ഹാളൻഡ് ലീഗ് ബിയിലെ ടോപ്പ് സ്കോറർ, ക്രിസ്ത്യാനോ ലീഗ് 1 ടോപ്പ് സ്കോറർ. ഇവനായിരുന്നു MLS മറ്റേ ബെസ്റ്റ് ഓഫ് 3 ഉണ്ടെന്ന് പറഞ്ഞ കളിയാക്കിയത്. ഇപ്പൊ നേഷൻസ് ലീഗ് ടയർ 1, ടയർ 2, ടയർ 3. എടാ നിനക്ക് നാണൂല്ലേ MLS-നെയും UEFA നേഷൻസ് ലീഗിനെയും കമ്പയർ ചെയ്യാൻ? ടയർ 1, 2, 3 കോപ്പ അമേരിക്കയുടെ അതേ ലെവലാണ് നേഷൻസ് ലീഗ്. അല്ലാണ്ട് നിങ്ങൾ യൂറോ കപ്പിനെയും കോപ്പ അമേരിക്കനെയും കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേ? ടയർ 1, 2, 3 ഒന്നും എന്തൊക്കെയായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നീ പറഞ്ഞ വലിയ കാര്യത്തിന് ഗൈക്കറസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണുള്ളൂ. പക്ഷേ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ 4 അസിസ്റ്റ് ഉണ്ട്. നീ പറഞ്ഞത് ടോപ്പ് സ്കോററിന്റെ കേസാണ്. അപ്പൊ നീ അത് പറഞ്ഞിട്ടല്ലേ ഞാൻ ത്രെഡ് കണ്ടത് പറയാം. ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നേഷൻസ് ലീഗ് 3 വിഭാഗമായിട്ട് തിരിച്ചേക്കാനാണ്. ഇപ്പൊ നമ്മ പ്രീമിയർ ലീഗ് എടുത്താൽ പോലും പ്രീമിയർ ലീഗ് ഉണ്ട്, അതിനിട്ട് ലീഗ് ഉണ്ട്, അതിന്റെ അടിയിൽ 3 കാറ്റഗറി ഉണ്ട്. നേഷൻസ് ലീഗിലാണ് ഈ മെയിൻ എല്ലാ ടീമുകളും കളിക്കുന്നത്. പോർച്ചുഗൽ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഇംഗ്ലണ്ട്.
ആ കാറ്റഗറിയിൽ ക്രിസ്ത്യാനോ ആണ് ടോപ്പ് സ്കോറർ. സെക്കൻഡ് കാറ്റഗറി ഉണ്ട് ഈ ഇപ്പോൾ ഹാളൻ്റെ കളിക്കണം, ആ കാറ്റഗറിയിൽ ഹാളൻ്റാണ്. ഇപ്പോൾ ഹാളൻ്റെ ടീം പ്രൊമോഷൻ കിട്ടി, അടുത്ത സീസണുകളുണ്ടല്ലോ മെയിൻ ടീമുകളുടെ കൂടെ കളിക്കും. ഗൈക്രസിൻ്റെ ഗ്രീസ് എടുത്തു കഴിഞ്ഞാൽ ലീഗ് സിയിലാണ്, അതിൻ്റെ ടോപ്പ് സ്കോറാണ് ഗൈക്രസ്. പുള്ളിക്കാരൻ ഇപ്പോൾ പ്രൊമോഷനായി ഈ പറഞ്ഞതുപോലെ ലീഗ് ബിയിലോട്ട് ഇനി വരും. ദാറ്റ്സ് ദ ഡിഫറൻസ്. കണ്ട ലീഗ് ബി അങ്ങനെയുണ്ട്. മനസ്സിലായി. അല്ല അത് ഈ അടുത്ത് പറയുകയാണോ? ഇത് മറ്റേ റാങ്കിങ് നോക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ല ഈ സീസൺ തൊട്ട് ലീഗ് വൈസ് ആയിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ എല്ലാവർക്കും എന്താ പറയാ, നേഷൻസ് ലീഗിൽ എല്ലാവർക്കും കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ സീസൺ മാറുന്നോറും ബാക്കിയുള്ള ഒരു പ്രൊമോട്ടായി വന്നിട്ട് വിചാരിച്ചിട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അധികം ടീംസും യൂറോപ്പിൽ നിന്നാണ്. സൗത്ത് അമേരിക്കൻ ടീംസിനേക്കാളും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ ടീംസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടീംസ് കൂടുതലാണ്. അതിൽ ഈ പറഞ്ഞ പോലെ നേഷൻസ് ലീഗ് തുടങ്ങിയ സമയം റാങ്കിങ് വൈസ് ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷനിൽ പോയിന്റ് അധികമുള്ള ടീമുകളായിരുന്നു അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ടീമും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലീഗ് എ, ലീഗ് ബി, ലീഗ് സി. ലീഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടോപ്പ് ടീംസ് ഏറ്റവും കൂടുതൽ പോയിന്റ്സും അങ്ങനത്തെ ഉള്ള ബിഗ് ടീംസാണ് ലീഗ് എന്ന് കളിക്കണം. ലീഗ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറി പോലെ തന്നെ ഈ പറഞ്ഞ ലീഗ് ബി ക്വാളിഫൈ ചെയ്ത് പ്രൊമോഷൻ കിട്ടണവർ ലീഗ് എയിലോട്ട് വരും. ലീഗ് ബിയുടെ താഴെ ലീഗ് സി ഉണ്ട്. ലീഗ് സിന്ന് ക്വാളിഫയർ ആവുന്നത് ലീഗ് ബിയിലോട്ട് വരും. നമ്മുടെ സാധാ പ്രൊമോഷൻ പ്രൊമോഷനും റെലിഗേഷനും ഉള്ള പോലെ തന്നെ അത്ര ഉള്ളതാണ്ട് വേറെ ഇത്ര പറ്റൊന്നുമില്ല. ലീഗ് ബിയിലാണ് ഇംഗ്ലണ്ടും ഈ ക്രൊയേഷ്യ വരുന്നത്. അതെ, അതിൽ കിടക്കുന്ന ഇപ്പൊ അങ്ങനെയാ. അല്ല ക്രൊയേഷ്യ ഒന്നുമല്ല, ഇംഗ്ലണ്ട് ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്. പക്ഷെ ഇംഗ്ലണ്ട് ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ഫോർമാറ്റ് ആദ്യമായിട്ടല്ലേ ഫോർ കൺട്രീസിന് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ആദ്യമായിട്ടാണ്. ബാക്കി സ്പെയിൻ, ജർമ്മനി, നെതർലാൻഡ്, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, പോർച്ചുഗൽ, ക്രൊയേഷ്യ ഒക്കെ ലീഗ് ചെയ്യാണ്. പിന്നെ ഉണ്ട് ഇന്നലെ ബെൽജിയത്തിന് ഇസ്രായേൽ അടിച്ചിട്ട് 1-0 ബെൽജിയത്തിന് ഇസ്രായേൽ തോപ്പിച്ചു. ഇന്നലെ ബെൽജിയത്തിലെ പ്രൈം ഏറ്റവും വലിയ സംഭവം ഉണ്ടല്ലോ, ഇസ്രായേലും ഫലസ്തീനും കളി വന്നുണ്ട്. പക്ഷെ അത് വെന്യൂ മാറ്റി വെച്ചില്ലേ, അങ്ങനെ എന്തോ വെന്യൂ മാറ്റി എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. ഇസ്രായേലും ഫ്രാൻസും കളി കണ്ടല്ലോ സ്റ്റേഡിയത്തിൽ. ഇസ്രായേലും ഫലസ്തീനും അല്ല ഇസ്രായേലും ഫ്രാൻസും കളി 0-0 ആയിരുന്നു. ആ കളിക്ക് ശേഷം സത്യം പറഞ്ഞാൽ ദിദിർ ദേശംസിനെ മാറ്റണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദേശംസിന്റെ കളി ഈയിടെയായിട്ട് കുറച്ച് മോശമായതുകൊണ്ട് ദേശംസിനെ മാറ്റണം എന്നുള്ള ഒരു ടോക്ക് വന്നിട്ടുണ്ട്. സിദാനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണേ ദേശംസിനെ പുറത്താക്കാനായിട്ട്, കയറാനായിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു ഈസി ചോദിക്കട്ടെ, എല്ലാവരും സജഷൻസ് പറയാം. ഇംഗ്ലണ്ട് ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. ഈ പറഞ്ഞതുപോലെ തുച്ചലുടെ കേസ് തന്നെയാണ്. ഇംഗ്ലണ്ട് ചെയ്തൊരു നല്ല കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൺട്രിയിൽ നിന്ന് പകരം മറ്റൊരു കൺട്രിയിൽ നിന്ന് ഒരു നല്ല കാൻഡിഡേറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് കോച്ചിങ് റോൾ കൊടുത്ത് കോച്ചാണ്. ഇതേപോലെ ബാക്കിയുള്ള കൺട്രീസിന് എന്തുകൊണ്ട് ഫോളോ ചെയ്ത് കൂടി? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്? എനിക്ക് തോന്നുന്നത് പുറത്തെ രാജ്യത്തെ കോച്ചുകളാവുന്നത് വളരെ റെയറായിട്ട് നടക്കാറുള്ളൂ. ഫുട്ബോളിൽ ക്രിക്കറ്റിലുണ്ട്, പക്ഷെ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവരുടെ പാസ്റ്റിലുള്ള പ്ലേയേഴ്സിനെയോ ഓർ കോച്ചസിനാണ് എടുക്കാറുള്ളൂ. പുറത്തുള്ള വളരെ റെയറായിട്ട് എടുക്കുന്നത്. എനിക്ക് തോന്നണില്ല അത് ഫ്യൂച്ചറിലാണുള്ളത് മെയിനായിട്ട് വരുമെന്നുള്ളത്. നിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കാരണം കൺട്രി ഫസ്റ്റ് നാടുമ്പോഴത്തേനും ഈ പറഞ്ഞ കൺട്രിമാൻ കാണിക്കുന്ന പിന്നെ ഒരു ജോബാണിത്. അയാളത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് കൺട്രിയിലുള്ളവനായിരിക്കും, രാജ്യക്കാരനായിരിക്കും മുൻഗണന കൊടുക്കാൻ സാധ്യത. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്? എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാനേജേഴ്സ് എന്ന് പറയുന്നത് ആസ് എ പ്ലെയർ ഫ്ലോപ്പായിരിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഒരു അവരുടെ കൺട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് കോച്ച് ആൻഡ് ആ ടീമിനെ ഒരു ചാൻസ് ആക്കാം, മീൻസ് വളർത്തിയെടുക്കുക എന്നുള്ളത്. അല്ല ഉമ്മാര് പറഞ്ഞ പോലെ രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ഇമോഷൻ ഉണ്ട്. പിന്നെ ഈ ടീമിൻ്റെ മോറലായാലും കോച്ചിൻ്റെ മോറലായാലും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും രാജ്യമാണെങ്കിൽ. സോ ഇപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞു, ഞാൻ സിമ്പിളായിട്ടൊരു കേസ് പറഞ്ഞുതരാം. ഒറ്റ കോച്ചിൻ്റെ കേസ് എടുത്തോ, റോബർട്ടോ മാർട്ടിനസ്. സ്പാനിഷ് ആണ് പുള്ളിക്കാരൻ. ഇതിനു മുമ്പ് ബെൽജിയത്തിൻ്റെ കോച്ചായിരുന്നു. ബെൽജിയം ഇതൊരു സെമി പോലും എത്തിയില്ല. ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരനെ കോച്ചാക്കി ബെൽജിയത്തിന് എത്തിയില്ലേ. പുള്ളിക്കാരൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് സെമി എത്തുന്നത്. റോബർട്ടോ ഗോൾഡൻ എറ ഓഫ് ബെൽജിയം. പുള്ളിക്കാരൻ്റെ കീഴിലാണ് ബെൽജിയം ടീമായി മാറിയത്. അതേപോലെ തന്നെ ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിൻ്റെ കോച്ചാണ്. ഇവർ ഈ രണ്ട് കൺട്രിയും ഈ പറഞ്ഞ പോലെ യൂറോപ്പിൽ തന്നെ ഒരു മെയിൻ ശക്തികളാണ്. ഇവർ പുറത്തുനിന്നുള്ളൊരു കോച്ചിനെ എടുത്തുകൊണ്ട്
അതേപോലെ തന്നെ ഇപ്പോൾ പക്ഷേ റോബർട്ടോ മാർട്ടിനസ് കോച്ചായപ്പോൾ ഇങ്ങനത്തെ ഒരു ചർച്ചാ വിഷയം ഉണ്ടായില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ രാജ്യസ്നേഹം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ആൾക്കാർ കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് പ്ലേയേഴ്സിനോടായാലും. കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ അത്യാവശ്യം ഒരു നല്ല കോച്ചിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സൗത്ത് ആയിരിക്കും. സംഭവം നമുക്ക് കളി ഇഷ്ടാവൂല, പുള്ളിയാരെ ഫൈനൽ എത്തിച്ച് സെമി എത്തിച്ച് എല്ലാ ടൂർണമെന്റും നല്ല പെർഫോമൻസ് തന്നെ. പക്ഷേ എന്നിട്ടും അതിൽ തൃപ്തരല്ലാണ്ട് അവര് സൗത്ത് ഗേറ്റിനെ സാക്ക് ചെയ്ത് ടുച്ചലിനെ കൊണ്ടുവന്ന് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം മാനേജ്മെന്റിന്റെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഈ ഇംഗ്ലണ്ട് ചെയ്ത അതേ സംഭവം ബ്രസീൽ ചെയ്തൂടെ? ഒരു നല്ല ബ്രസീലിയൻ കോച്ച് നിങ്ങൾക്ക് ആർക്കും എനിക്ക് അറിയോ? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രസീലിയൻ കോച്ച് എൻ്റെ അറിവിലില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ബ്രസീൽ ചെയ്ത പോലെ അല്ല, ഇംഗ്ലണ്ട് ചെയ്ത പോലെ തന്നെ ടുച്ചലിനെ പോലെ ആഞ്ചലോട്ടീനെ ബ്രസീലിനെ അപ്പോയിന്റ് ചെയ്തുകൂടെ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിനും ബെൽജിയത്തിനും ഇംഗ്ലണ്ടിനും ഒന്നും സീൻ വരാത്തതിന് മെയിൻ കാരണം ഇംഗ്ലണ്ടിന് ഏത് പൊസിഷൻ എടുത്താലും ഒരു 3-4 ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡുള്ള കുറേ ഫാൻ ബേസ് പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടാവും. കോച്ചിനുള്ള അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇംഗ്ലണ്ടിന് പുറത്തുള്ള ഒരു കോച്ച് വന്നപ്പോൾ ഇത്രയും വലിയൊരു ചർച്ചാ വിഷയമായത് മാറാനായിട്ട്. ടുച്ചലിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ടുച്ചൽ ഇതുവരെ ഒരു നാഷണൽ ടീമിനെ കോച്ച് ചെയ്തിട്ടില്ല, ക്ലബ്ബുകളെ കോച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരൻ ഒരു നാഷണൽ ടീമിനെ കോച്ച് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും, കാരണം മാറണേണ്. പിന്നെ വേറെ ഉണ്ട്, പുള്ളി പ്രീമിയർ ലീഗിലെ കോച്ചായിരുന്നല്ലോ, ഇംഗ്ലീഷ് ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റിനോട് ഉത്തരം പറ. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ കോച്ചാണതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആസ് എ അർജന്റീന ഫാൻ എനിക്ക് 2026 വേൾഡ് കപ്പ് ബ്രസീൽ അടിക്കണമെന്നാ. നെയ്മർ ഉണ്ടെങ്കിൽ നെയ്മർ ഉണ്ടാവില്ല, നെയ്മർ ഉണ്ടാവില്ല. ഓക്കെ, നെയ്മർ ഞാൻ പറയാം, നെയ്മർ ഉണ്ടെങ്കിൽ ആഞ്ചലോട്ടി ആണെങ്കിൽ 100% ഞാൻ യോജിക്കും. കാരണം അല്ല, നെയ്മറിന് നീ നെയ്മർ എന്നുള്ള ഘടകം മാറ്റിയിട്ട് ഈ പറഞ്ഞതുപോലെ ബ്രസീൽ ടീമിനെ ഞാനിപ്പോൾ പേഴ്സണലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ടീമായിട്ട് പറയുന്നത് ബ്രസീലിനാണ്. അത്രയും സ്കിൽഫുൾ ആയ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ പ്ലെയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കോച്ച് ബ്രസീലിനില്ല. ഇന്നത്തെ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ആഞ്ചലോട്ടിനെയും ബ്രസീലിനെയും വെച്ച് ഇഷ്ടംപോലെ റൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആഞ്ചലോട്ടിനെ ബ്രസീലിന് കോച്ചാക്കിയ ബ്രസീലിന് ഒരു പ്ലസ് പോയിന്റ് അല്ലത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു കോച്ചസിനെ വേറെ കൺട്രീസിന് എടുക്കൂല എന്ന് പറയും. പക്ഷെ നമുക്കറിയാം ഒരു ടോപ്പ് 5 തന്നെ കുറച്ച് കോച്ചസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഗാർഡിയോള, ആഞ്ചലോട്ടി, മൊറീനോ, ക്ലോപ്പ് കുറച്ച് പേരുണ്ട്. ഇങ്ങനത്തെ കോച്ചസ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിലോട്ട് കോച്ചാവാൻ വരാന്ന് പറഞ്ഞാൽ ആരും നോ പറയൂല. സോ അതുപോലത്തെ ഒരു ഓപ്ഷനാണ് ഈ ആഞ്ചലോട്ടി ബ്രസീലിലോട്ട് വരുന്നത്. ആസ് എ ടോപ്പ് മാനേജർ എന്നുള്ള രീതിക്ക് ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. പ്ലസ് മെയിൻ കളിക്കാൻ ബ്രസീലിലെ മെയിൻ കളിക്കാരും റോഡ്രി, മിൽറ്റാവോ എല്ലാരും റയലിൽ കളിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഒരു ബേസ് അവിടെ ഉണ്ട്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതിനെതിരെയാണ്. കാരണം ആസ് എൻ ഇറ്റാലിയൻ ഫാൻ ആൻസെലോട്ടി എനിക്ക് എപ്പോഴും ഇറ്റലി ടീമിലേക്ക് വരണമെന്നാണ്. ഓക്കെ, ക്വാളിഫൈ ആണ്. അല്ല, ഒന്ന് ക്വാളിഫൈ ചെയ്യണം, എന്നാലാണ് കളിപ്പിക്കാൻ പറ്റുള്ളൂ. ആൻസെലി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പ്ലെയർ ആയിരുന്നു മുന്നേ, പിന്നെ അത് കോച്ചായി. ഇനിയിപ്പോ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ കൺട്രി. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൺട്രി ഉണ്ടോ ഇപ്പോഴും ഉണ്ട്. കൺട്രി ഇപ്പോ നേഷൻസ് ലീഗ് കളിക്കുന്നുണ്ട്. കോമ്പറ്റീഷനിൽ കാണാം. നിങ്ങൾക്കിപ്പോ സ്പെലറ്റി ഇല്ലേ? സ്പെലറ്റി ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും ഒരു ആഞ്ചലോട്ടി ലെവലിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് മൊറീനോ എന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ മൊറീനോ എന്ന് പറയാം, പക്ഷെ മൊറീനോക്ക് എപ്പോഴും ഒരു ചാൻസ് കൊടുത്തായിരുന്നു. റിജക്ട് ചെയ്താണ്. ക്ലബും കൺട്രിയും ഒരുമിച്ച് കോച്ച് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്താണ്. എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ടോ? അതുണ്ട്. ക്ലബിനെയും കൺട്രിനെയും കോച്ച് ചെയ്യാം, ക്ലബും കോച്ച് ചെയ്യാം. റോമയിലായിരുന്നപ്പോ റോമേനെയും പോർച്ചുഗലിനെയും കോച്ച് ചെയ്യാന്നുള്ളൊരു അല്ല. അപ്പൊ 2 ടീമിന്റെ മാനേജ്മെന്റ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ്ട എല്ലാവരും. അത് ചെയ്യും. അങ്ങനത്തെ പക്ഷെ ആദ്യത്തെ കോച്ചിന്റെ അറിയുന്നില്ല, അങ്ങനെയുണ്ട്, ആ പ്രശ്നമില്ല. സോ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വേറൊരു റൂമർ ഉണ്ട്, കാർലോ ആഞ്ചലോട്ടി പോകണമെന്നുള്ള കേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പകരം സാബി അലോൺസോ വരുന്നു. പക്ഷെ സാബി അലോൺസോനെ പിടിക്കാനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നുണ്ട്. സിറ്റിയിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഗാർഡിയോളയുടെ മിക്കവാറും ലാസ്റ്റ് സീസൺ ആയിരിക്കും. പക്ഷേ കോൺട്രാക്ട് പുതുക്കിയെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. ഈ സീസൺ ലാസ്റ്റ് എന്നാണ് ഗാർഡിയോള 12 മാസവും കൂടി നീട്ടി പുതുക്കിയിട്ടെന്ന് ഇപ്പൊ ഒരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ സാവി അലോൺസോ സിറ്റി പോകാനുള്ള ചാൻസസ് പറയാൻ പറ്റൂല. പക്ഷെ പറയാമല്ല, മണീസ് ഫാക്ടർ പറയാമല്ല. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ റയലിൽ പോയി കഴിഞ്ഞാൽ അത്ര പെർഫോമൻസ് ഉണ്ടാവുമോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സിദാൻ റയലിന്റെ കോച്ചാണ് ഇതിനു മുമ്പ് ഒരു ടീമിനെയും കോച്ച് ചെയ്തിട്ടുണ്ടായില്ല. നോ എക്സ്പീരിയൻസ്. ജസ്റ്റ് ആഞ്ചലോട്ടിയുടെ അസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു ഒറ്റ ടാഗ് ലൈനിൽ വെറുതെ കയറി കോച്ച് ചെയ്ത് പുള്ളി അത്രയും എത്തിച്ച്. സാബി അലോൺസോ ഒന്നുമില്ലാത്തൊരു ടീമിനെ കൊണ്ട് ലീഗ് അടുപ്പിച്ചില്ലേ അൺഡിഫീറ്റഡ് ആയിട്ട്. സോ പക്ഷേ ടെൻ ഹാഗിനെ പോലെ ആവോ, ഒരു ചെറിയ ടീം എടുത്തിട്ട് കോച്ച് ചെയ്തപ്പോൾ അവന്റെ കോച്ചിങ് ബ്രില്യൻസ് കണ്ട് വലിയ ടീമിലേക്ക് വരുമ്പോ അത് ആവർത്തിക്കാൻ പറ്റും. വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റെയിൽ എങ്ങനെ കളിക്കണമെന്ന് സാബി അലോൺസോന് അറിയാം. റെയിലിൽ കളിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ നല്ലൊരു ഐഡിയ ഉണ്ട്. പിന്നെ സാബി അലോൺസോയുടെ രസം എന്ന് പറഞ്ഞാൽ സാബി അലോൺസോയുടെ അച്ഛൻ പ്ലെയർ ആയിരുന്ന കോച്ചായിരുന്നു, അപ്പം പ്ലെയർ ആയിരുന്ന കോച്ചായിരുന്നു. അവർ ഹെറിറ്റേജിനെ പൊട്ടിസോന്ന് അറിയൂലേ. പിന്നെ അയാക്സ് പറഞ്ഞില്ലേ, അയാക്സ് എന്ന് പറയുന്നത് ആ ഒരു ലീഗിലെ ടോപ്പ് ടീമാണ്, ഒരിക്കലും ഒരു അണ്ടർ റേറ്റഡ് ടീമോ ഇതൊന്നുമല്ല. ബുണ്ടസ്ലീഗയിൽ ലെവർകൂസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ടീമേ ഉള്ളൂ. ആ ഒരു ടീമിനെ ടോപ്പ് പൊസിഷനിലേക്ക് ടോപ്പ് 4ലേക്ക് അപ്പോ എപ്പോഴും ഒരു ചാമ്പ്യൻസ് ലെവലുള്ള ടീമാണ് അവർ ലീഗിൽ. കാരണം ടെൻ ഹാഗിനെയും സാബി അലോൺസോനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായി അതേപോലെ ആവുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫ്ലിക്ക് വന്ന ബാഴ്സിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവും നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതേ ഇമ്പാക്ട് സാബി അലോൺസോ ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാക്കാം. അത് പറഞ്ഞതുപോലെ സീസൺ പോകുന്നോണ്ടിരിക്കും. കാരണം സാബി അലോൺസോ എന്ന് പറയാൻ കാരണം സാബി അലോൺസോ വരുന്നതോട് കൂടി ഫ്ലോറിയാൻ റിഡ്സിനെയും കൂടി ഒരുമിച്ച് റെയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ റിഡ്സിന്റെ ആവശ്യമുണ്ടോ റെയിലിന്? റിഡ്സിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് ലിസ്റ്റുള്ള ഒരു ടീമാണ് ഇപ്പൊ റയൽ മാഡ്രിഡ്. പക്ഷേ റയലിൽ ഇപ്പൊ വേണ്ടത് എന്റെ ഒരു ഇതില് ഒരു CB വേണം, ഒരു ST വേണം, ഒരു സ്ട്രൈക്കറും വേണം, ഒരു ഡിഫൻസ് CB വേണം. എംബാപ്പെ ഒരിക്കലും സ്ട്രൈക്കർ അല്ല, ഒരു നമ്പർ 9 അല്ല. നമ്പർ 9 ആണെന്ന് പറയാൻ പറ്റും. എല്ലാവരും വിങ്ങേഴ്സാ. ഒരു ഇപ്പോ കഴിഞ്ഞ സീസൺ ആണെങ്കിൽ പേടിഞ്ഞാണെങ്കിൽ പോലും പൊസലും ഉണ്ടായി. പൊസൽ ഒരു കറക്റ്റ് ആ ഒരു സെന്റർ ഫോർവേഡ് ആയിരുന്നു. അതേപോലത്തെ ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ചെയ്യാൻ പറ്റിയ പ്ലെയർ ഉണ്ട് റെയിലിൽ. ഹാളണ്ട് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ സിറ്റി ഒരു വേറെ പ്ലെയറെ സൈൻ ചെയ്യണമെങ്കിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പെരസണ്ണൻ ഗൈക്രസിനെ റെയിലിലേക്ക് കൊണ്ടുപോയി ഗൈക്രസ് റെയിലോട്ട് വന്ന ഒരു നല്ല ആശയമായിരിക്കും. പക്ഷേ പറഞ്ഞ പോലെ എനിക്ക് തോന്നണില്ല വിനിഷ്യസ് എംബാപ്പെ ഉള്ള സമയത്ത് വേറെ സ്ട്രൈക്കർ ഇനി റെയിൽ ഫോക്കസ് ചെയ്യുമെന്ന്. കാരണം അടുത്ത സീസൺ ഓൾറെഡി അലക്സാണ്ടർ ആർണോൾഡ്, ഡേവിസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു CB കൂടി വരും. വില്യം സലീബയുടെ റൂമേഴ്സ് നല്ല രീതിയിലുണ്ട്. പിന്നെ ഈ ജാനുവരി പിന്നെ മിക്കവാറും ഒരു സൈനിങ് ഉണ്ടാവും CB റയൽ മാഡ്രിഡ്. RB ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം കാർവഹാൽ ഈ സീസണിൽ ഇല്ല, ലൂക്കസ് വാസ്കസ് ഇഞ്ചേർഡായി. വെറുതെ യൂറോപ്പ് എന്ന് പറഞ്ഞിരിക്കാൻ നിൽക്കണ്ട, ഇന്ത്യൻ ഫുട്ബോളിലോട്ട് വരാം. എല്ലാവരും കൂടി ഒരു അഭിപ്രായം ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം പറയാം. 6,90,000 ഒന്ന് പറഞ്ഞു തീർക്കട്ടേടാ, കട്ടേണ്ട. ബിലോ 1 മില്യൺ പോപ്പുലേഷൻ. അതൊന്നും പറയൂല. ക്വസ്റ്റ്യൻ ഇതാണ്: 6,93,000 പോപ്പുലേഷനുള്ള ഐസ്ലാൻഡിന് വേൾഡ് കപ്പ് കളിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും ചെറിയൊരു കൺട്രി വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു ഇത്രക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ വേൾഡ് കപ്പിലോ മറ്റൊരു മേജർ ഫുട്ബോൾ ടൂർണമെന്റിലോ ഒന്നും സാധിക്കാൻ കഴിയുന്നില്ല? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: അർഹതപ്പെട്ടവർക്ക്, ടാലൻ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടേണ്ടത് കിട്ടണില്ല. കറപ്ഷൻ, ഡിസ്ക്രിമിനേഷൻ, ഫേവറിറ്റിസം, നെപ്പോട്ടിസം, ഈ വക സംഭവങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട് ഒരു കാലത്തും ഒന്നും ആവാൻ പോണില്ല. പക്ഷേ ഇത് ഫുട്ബോളിൽ മാത്രമാണ്. ബാക്കിയുള്ള സ്പോർട്സിലാണ് ഞാൻ പറയാനുള്ളത്. ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ ടാലൻ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടണില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുട്ബോളിന് വേണ്ടത് മെയിനായിട്ട് ഇന്ത്യയിൽ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് വേണം. ഇപ്പോഴേ തുടങ്ങിയാൽ അത് എന്തെങ്കിലും ആവുള്ളൂ. അതിലുപരി ഈ പറഞ്ഞ പോലെ നല്ല കോച്ച് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, സ്റ്റാഫ് വേണം. ഇതൊന്നും ചെയ്യാണ്ട് നമ്മുടെ നാട് എന്താ ചെയ്യണേ? ഒരു ആസ്ട്രോളജർ നോക്കും, എന്നിട്ട് പുള്ളിക്കാരനെ നോക്കിയിട്ട് ജാതകവും കുറിച്ച് സമയം കാലവും നോക്കി കളിക്കാൻ ഇറങ്ങിയാൽ ഇങ്ങനെയുള്ളവരോടൊക്കെ എന്ത് പറയാനാ? ഫുട്ബോൾ പൊളിറ്റിക്സ് തമ്മിൽ കൂട്ടിച്ചേർക്കരുത്. പക്ഷെ ക്രിക്കറ്റ് എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ക്രിക്കറ്റ് എടുക്കുമ്പോൾ എന്താ അവസ്ഥ? ചോദ്യം ഉത്തരം ഞാൻ പറയാൻ സംഭവം ക്രിക്കറ്റിലും പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ക്രിക്കറ്റ് ഇപ്പൊ എന്ന് വെച്ചാൽ ഡെവലപ്ഡ് ആയി, ഇത് ഡെവലപ്പിംഗ് ആയിട്ട് തന്നെ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ടിൽ നിന്ന് പിടിക്കണം.
അതിന് ഈ പറഞ്ഞ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇതേപോലെ നീ പറഞ്ഞ ക്രിക്കറ്റ് ഹോക്കിനെ നമ്മൾ ഒഡീഷയിലെ മുഖ്യമന്ത്രിയാണ് ഈ കഴിഞ്ഞ സീസൺ മറ്റേ സ്പോൺസർ ചെയ്തത്. അപ്പോൾ അതിനുള്ള ഇമ്പാക്റ്റ് അവർ ഒളിമ്പിക്സിൽ പോയിട്ട് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഫുട്ബോളിൽ നമുക്കൊന്നും മേജറായിട്ട് നേടാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർ നേടാൻ പറ്റാത്തത്. 140 കോടി ജനം ഉണ്ടായിട്ടും അതിന് പറ്റുള്ള നമ്മുടെ കേരളം എറണാകുളം എടുത്തു. എറണാകുളത്തിന്റെ 10 കോടി അല്ല 10 കോടി ഒന്നല്ല, ഒരുമാതിരി 10 ലക്ഷം 20 ലക്ഷം പോപ്പുലേഷൻ. 10 ലക്ഷം ഒന്നല്ല, അതിൽ കൂടുതലൊക്കെ ആയിക്കോട്ടെ. അപ്പൊ എടാ 6 ലക്ഷം പോപ്പുലേഷൻ. അതാണ് എടാ 6 ലക്ഷം. എടാ 6 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഐസ്ലാൻഡിന് വേൾഡ് കപ്പ് കളിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതിയുടെ പകുതിയുള്ള എന്താ പറയാ നമുക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഇതാണ്? പ്രയോറിറ്റീസ് ആണ്. ഇപ്പോ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഓൾറെഡി ടോപ്പിൽ നിൽക്കുന്ന ഇന്ത്യ മേജർ നമ്പർ 1 സ്പോർട്ടാണ്. പിന്നെ എന്തിന് ഇവര് ഫുട്ബോളിൽ പുറത്ത് പോകണം? ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ക്രിക്കറ്റില് വേൾഡ് പറഞ്ഞ പോലെ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 ഇന്ത്യ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യണതും ഇന്ത്യൻ ബോർഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരെന്തുകൊണ്ട് അതിൽ നിന്ന് മാറി ഫുട്ബോളിലോട്ട് ഫോക്കസ് ചെയ്യണം? അതെന്ന് പറയുന്നത് 10 മടങ്ങോ 20 മടങ്ങോ എന്തോ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ തൊട്ട് താഴെ വരുന്നത് ഓസ്ട്രേലിയ. പക്ഷേ നീ പറഞ്ഞതുപോലെ 10 മണിക്ക് തുടങ്ങില്ല, അതിനേക്കാളും ഹ്യൂജ് മാർജിൻ വ്യത്യാസമുണ്ട്. സോ ഇവര് നോക്കുമ്പോൾ ഇപ്പൊ റവന്യൂ വൈസ് ആണെങ്കിലും മാർക്കറ്റിംഗ് വൈസ് ആണെങ്കിലും ക്രിക്കറ്റ് വൈസ് ഇന്ത്യ ടോപ്പിലാണ്. എന്താ പറയാ, അത്രക്കും മാർജിൻ ഡിഫറൻസ് ഉണ്ട് കോമ്പറ്റേറ്റർ ആയിട്ട്. ഫുട്ബോളിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടണില്ല, അച്ചീവ് ചെയ്യാൻ പറ്റാനുള്ള റവന്യൂ മാർജിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റാനുള്ള. സോ എന്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി ചോദ്യമുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഇന്ത്യ മാത്രമല്ല, ഇപ്പോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ചൈന, അതുപോലെ ഏഷ്യൻ കൺട്രീസിലായിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. ഏഷ്യൻ കൺട്രീസ് ഫുട്ബോളിന്റെ ഇത് നോക്കി. ജപ്പാൻ അല്ല സൗദി അറേബ്യ. ഓക്കെ, സമ്മേജി അതല്ല, 1-2 ടീം എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ യൂറോപ്പ് എടുത്തു നോക്കി, ഏഷ്യ എടുത്തു നോക്കുക. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ USA, ചൈന, റഷ്യ, ഇന്ത്യ, അങ്ങനത്തെ UK, ഓസ്ട്രേലിയ, അങ്ങനത്തെ കൺട്രീസ് ആയിരിക്കും പറയണത്. ഇതിൻ്റെ അത് ഈ പറഞ്ഞ USA എടുത്തു, ഫുട്ബോൾ ടീമുണ്ട്. റഷ്യ എടുത്തു, ചൈന ആണെങ്കിലും ചൈനയും ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള ഏത് ടീം എടുത്താലും എല്ലാത്തിലും ഉണ്ട് ഫുട്ബോള്. ഈ ചൈനയും ഇന്ത്യയും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലേറ്റഡ്, ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് ഇവര് ഇത്ര ഇറക്കണില്ല? ചൈനയെ ഞാൻ പറയാത്ത കാരണം എന്ന് പറഞ്ഞാൽ ചൈന ഇപ്പോഴും കാശ് ഇറക്കുന്നുണ്ട്, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചൈനീസ് സൂപ്പർ ലീഗിൽ തന്നെ എന്തോരം യൂറോപ്യൻ പ്ലേയേഴ്സും ഇത്രയും വന്നാൽ കളിക്കണം. നമ്മുടെ നാട്ടിൽ പോലെ പേരറിയാത്ത കളിക്കാറൊന്നുമല്ല വന്ന് ചൈനീസ് സൂപ്പർ ലീഗിൽ കളിക്കണം. ചൈനീസ് സൂപ്പർ ലീഗിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ISL അതേസമയം ആദ്യം സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് വന്ന് കളിച്ച് ആരൊക്കെ, ഫോർലാൻ, റോബർട്ടോ കാർലോസ്, ഡെൽ പിയറോ. പക്ഷെ ഇവരൊക്കെ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് വന്ന് കളിച്ച്, അല്ലാണ്ട് പ്രൈമി പോയി കളിച്ചിട്ടില്ല. ചൈനീസിലൊക്കെ ഇപ്പോഴും പ്രൈമി കളിക്കുന്ന പ്ലേയേഴ്സ് എത്രയോ പേരുണ്ട്. അപ്പോ അവിടെ ഓസ്കാർ, ഹൾക്ക്, ചെൽസിയിൽ അത്രയും ഹൈപ്പ് സമയത്താണ്. പിന്നെ ലവസി, ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ചൈനീസ് സൂപ്പർ ലീഗും ഇന്ത്യൻ സൂപ്പർ ലീഗും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചൈനീസ് സൂപ്പർ ലീഗിൽ അവര് കാശ് ഇറക്കി കളിക്കാറ് അതനുസരിച്ച് ഇറക്കി ബഡ്ജറ്റ് ഉണ്ട്. ഇന്ത്യയിൽ അതെന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് ഇറക്കണില്ല? ഫുട്ബോളിലെ ടോപ്പ് പ്ലെയറിന് എത്ര രൂപ? നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ. നാഷണൽ ഗെയിം ശരിക്കും ഹോക്കിയാണ്, പറയുന്നത് ക്രിക്കറ്റ് ആണ്. ഹോക്കി എന്ന് പറയുന്നത് ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഹോക്കി എന്ന് വരുന്നത് ഒളിമ്പിക്സ് ആയാലും ഹോക്കി എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരുള്ളൂ. പക്ഷെ നാഷണൽ ഗെയിം എന്ന് പറയുന്നത് ഹോക്കി. പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചർ, ഇപ്പോൾ യൂറോപ്യൻസിന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഇത്തിരി പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് ഫുട്ബോളിനായിരിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗള്ളി ക്രിക്കറ്റ്, മെയിനായിട്ട് ക്രിക്കറ്റ് പരമായിട്ടാണ് കീറി വന്നേക്കുന്നത്. ട്രൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ആയപ്പോഴേക്കും പിന്നെ ഗവൺമെന്റ് സപ്പോർട്ടും എല്ലാം ആ ഒരു ക്രിക്കറ്റിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ഒന്നും ഇല്ലാത്തടത്തുനിന്നല്ലേ വന്നത്. 1983 വേൾഡ് കപ്പ് നേടിയതിന് ശേഷമല്ലേ ക്രിക്കറ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടൊന്നും നമ്മളെല്ലാരും ഫാൻസിലേക്ക് ഇറങ്ങി നമ്മുടെ ഒരു തരംഗം ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് ഇപ്പോ നമുക്ക് ഇന്ത്യക്ക് വേൾഡ് അടിക്കാൻ പറ്റി. നേടാനും ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇന്ത്യക്കും ഒരു ചാൻസ് ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് കളിക്കാന്നുള്ളത്. ആൾക്കാര് പറയും ഈ പറയുന്നത് പോലെ ബൂട്ടില്ലാത്തോണ്ടാണ്, പക്ഷെ അതിന്റെ അത് വെറും കോൺസ്പിറസി തിയറി മാത്രമാണ്. ബൂട്ടില്ലാത്തോണ്ടൊന്നും അല്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒളിമ്പിക്സിന്റെ ഇതുണ്ടായി, അതേ സമയത്ത് അതിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് വേണോ ഒളിമ്പിക്സ് വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ അത് പോയത്. സത്യം പറഞ്ഞാൽ അന്ന് കളിച്ചിറങ്ങി പറഞ്ഞാൽ ഇന്നും നമ്മുടെ ടീം ഒരു നാഷണൽ ടീമായിട്ട് മാറിയാണ്. സോ അത് പറഞ്ഞിട്ട് വരില്ല. ഇപ്പൊ വേറൊരു കമ്പാരിസൺ ഞാൻ പറയാം. IPL എടുത്തു, ISL എടുത്തു. ഈ പറഞ്ഞതുപോലെ ഏറ്റവും
എന്താ പറയുക ബിഡിങ് ആണെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യണ ഒരു ഡൊമസ്റ്റിക് ലീഗ് എടുത്തു കഴിഞ്ഞാൽ അത് IPL ആണ് ക്രിക്കറ്റ് വൈസ്. കാരണം ഇപ്പോൾ BBL എടുത്താലും സൗത്ത് ആഫ്രിക്കൻ ലീഗ് എടുത്താലും IPL-ന്റെ അടുത്തും എടുത്തില്ല. ISL എടുത്തു. ചൈനീസ് സൂപ്പർ ലീഗ്, സൗദി അറേബ്യൻ ലീഗും MLS-ഉം ഒക്കെ വിട്. ചൈനീസ് സൂപ്പർ ലീഗ് ആയിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റും ISL-ന്. അതിനുള്ള മാർജിൻ പോലും ഇല്ല, അത്രക്ക് റവന്യൂ പോലും ജനറേറ്റ് ചെയ്യണില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ടാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. ഈ ചോദിച്ചതിന് ഇതിനൊരു ഉത്തരം തരും. അല്ല നീ പറഞ്ഞത് രണ്ട് വ്യത്യാസമാണ്. IPL-ലും ISL-ലും നമുക്ക് കമ്പയർ ചെയ്യാം. ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സ് ഇപ്പോൾ ചൈനീസ് സൂപ്പർ ലീഗ് നീ പറഞ്ഞല്ലോ പ്രൈമിലുള്ള സൂപ്പർ സ്റ്റാർസ് ആണ് കളിക്കണമെന്ന്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്ലേയേഴ്സ് അല്ലല്ലോ കളിക്കണത്. അത് പ്ലേയേഴ്സിന് അത്രയും കാശ് കൊടുക്കുമ്പോൾ ബിഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞതില് പക്ഷെ സ്റ്റിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെന്ന് ആർക്കും താല്പര്യവുമില്ല. അങ്ങനത്തെ ഒരു പോലെ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ താല്പര്യത്തിന് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, MLS എടുത്തു, സൗദി ലീഗ് എടുത്തു. ക്രിസ്ത്യാനോ മെസ്സിയും പോയതിന് ശേഷമല്ലേ നമ്മളെല്ലാവരും കണ്ടു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ആരെങ്കിലും കാണുമായിരുന്ന? ഇങ്ങനെ ഒരു ലീഗ് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ കാണുമായിരുന്നില്ല. അവരുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ആ ലീഗിൽ ഇപ്പോഴും ഉണ്ട്. നാളെ ഇനി അവർ പോയാലും ഉണ്ടാവും. അതേപോലെ ISL പ്രൈമിലുള്ള റിട്ടയർ ആയവരല്ല, പ്രൈമിലുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ കാലാകാലം പോലെ നിലനിൽക്കും. അങ്ങനെയെങ്കിലും ചെയ്തുകൂടെ? കാരണം പക്ഷേ പിന്നെ പ്രൈമിൽ നിൽക്കുമ്പോൾ അവരുടേതായ ഒരു വേജസ് എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു പ്ലെയറിന്. ഈ യൂറോപ്പിൽ നമ്മുടെ നാട്ടില് പണിയെടുത്തിട്ട് കിട്ടാത്ത കാശ് കൊണ്ടാണ് ഇവിടെ ഉള്ള UK പോണേ. അവിടെ കിട്ടുന്നതിന്റെ 10-1 ആ പ്ലേയേഴ്സിന് ഇവിടെ കിട്ടൂല. അവിടെ കൊടുക്കാനും ആൾക്കാർ റെഡിയല്ല. ഞാൻ വന്ന് കളിക്കൂല്ലോ. അല്ല നമ്മൾ അതാണ് ഞാനിപ്പോ പറയാൻ വന്നതും അത് തന്നെയാണ്. IPL ISL ആണ് നീ കമ്പയർ ചെയ്തത്. IPL ഏറ്റവും വില കൂടിയ താരം എന്ന് വെച്ചാൽ 25 കോടിയാണ്. ഫുട്ബോളിൽ ഏറ്റവും വില കൂടിയ താരത്തിന്റെ വേജ് എത്രയാണ്? 6 കോടി. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ യൂറോപ്യൻ കളിക്കാരെ കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. യൂറോപ്യനിലെ ടോപ്പ് പ്ലെയർ വരുമ്പോ 25 കോടിയിൽ നിൽക്കുമോ? ആ ഒരു പൈസയിൽ നിൽക്കൂല എന്തായാലും. നമ്മൾ അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് ആ പൈസ കൊണ്ടൊന്നും കീഴടക്കാൻ പറ്റാത്ത ലെവല് കളിക്കാരാണ്. ഫുട്ബോൾ ക്രിക്കറ്റ് വേറെ. ഫുട്ബോളിൽ നിന്ന് വരണ ഡബിൾ അല്ല പകുതി പോലും ക്രിക്കറ്റിലോട്ട് വരണ മണി. ഞാൻ ഉദ്ദേശിച്ച കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ISL എടുത്തോ IPL എടുത്തോ, IPL-ന് വേണ്ടി ഇത്രക്കും അധികം ഇൻവെസ്റ്റ് ചെയ്യാനും അതിനു വേണ്ടി നിൽക്കാനും ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ISL-ന് അങ്ങനെ ഇല്ല? IPL-ൽ നിന്ന് ഇപ്പോൾ ഇത്ര മാർജിൻ ഈ പറഞ്ഞ പോലെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ISL-ന് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റണില്ല? IPL-ന് വേണ്ടി മാത്രം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ തവണത്തെ IPL ഓപ്ഷന് 13 വയസ്സുള്ള ഒരു ചെറുക്കം വരെ ഇത് വന്നിട്ടുണ്ട് ഓപ്ഷൻ ലിസ്റ്റിൽ. ISL എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പിള്ളേര് വന്നില്ല. ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിൽ നിന്ന് പൊന്തി വന്നില്ല. എന്തോ പ്രൊജക്റ്റിനായിട്ട്. പക്ഷേ ഡെവലപ്മെന്റ്സ് ഇല്ലല്ല, നമുക്ക് വേണ്ട റിസൾട്ട്സ് അല്ലേ. അതെ, അതിനുള്ള ഉത്തരം തരാൻ പറ്റുമോ? അല്ല അത് ബേസിക് ഫണ്ട് തന്നെയാണ് വിഷയം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ആലോചിക്കുന്നത്. പിന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലെ റിട്ടേൺ ചിലപ്പോൾ അണ്ടർ 17 വേൾഡ് കപ്പ് വന്നില്ലേ ഫിഫ, അതുപോലത്തെ കുറച്ച് കോമ്പറ്റീഷൻസ് നമ്മൾ ഇന്ത്യയിൽ തന്നെ നടത്തണം. കാരണം അതിനുള്ള കുറച്ച് ചാൻസസ് കൊടുക്കണം. ഈ ISL ഇത് കമ്പയർ ചെയ്യുമ്പോൾ 0 സ്ക്രാച്ചിന് തുടങ്ങും. കാരണം ഇപ്പൊ നമ്മളെടുത്ത് ചോദിച്ചാൽ IPL ഒരു അവർ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ പേര് വെച്ചാൽ 10 നമ്മൾ സിമ്പിളായിട്ട് പറയും. പക്ഷെ പറയാൻ പാടായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. കാരണം IPL മാർക്കറ്റ് വേറെ, ISL വേറെ. 0 തുടങ്ങാനുള്ളൊരു പ്രശ്നം കാരണമായിരിക്കും തുടങ്ങാത്തത്. ഇഫ് ഇന്ത്യക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫുട്ബോളിലെ ബിസിനസ് വൈസ് പറയണ്ട, ക്രിക്കറ്റിനെക്കാളും എന്തുകൊണ്ടും വലിയ ബിസിനസ് അല്ലേ ഫുട്ബോൾ. കാരണം ഓരോ ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ് ഫുട്ബോളാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഫുട്ബോളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് ജനറേറ്റ് ചെയ്ത് ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും വലുത് വേറൊന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് ഇപ്പോഴും അവർ ചെയ്യാണ്ടിരിക്കണം? അതിനുവേണ്ട ഡെവലപ്മെന്റ്സ്, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ട കോച്ചിങ് സ്റ്റാഫ്സ് എന്തുകൊണ്ട് കൊടുക്കാണ്ടിരിക്കണം? ഡെവലപ്മെന്റ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ത്യക്കാർക്ക് വേണ്ടത് കൂടുതലും ക്രിക്കറ്റ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ 4-3 പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ, അത് ഇന്ത്യനേക്കാളും ടോപ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലെവല്. അപ്പൊ ഇൻസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ ISL-നേക്കാളും കൂടുതൽ ഫോളോവേഴ്സ്, പ്രീമിയർ ലീഗിന്റെ പേജിനേക്കാളും കൂടുതൽ ലിവർപൂളും മാൻ സിറ്റിയും. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മ ഈ സൗത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഫുട്ബോളിന് ഇത്തിരി കൂടി കൊടുക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. ബംഗാളാണ് ഫുട്ബോളിലെ പണ്ട് അങ്ങനെയായിരുന്നു, ബംഗാളും കേരള, ഗോവ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഒരു കൾച്ചറല്ല അവിടെ വരുന്നത്, ബംഗാളിലും ഇവിടെയും വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇല്ലേ,
ചെറുപ്പക്കാർ പിള്ളേര് ഇതിലേക്ക് അട്രാക്ട് ചെയ്തൊരു മെയിൻ ഒരു കളിക്കാരൻ നമുക്ക് ഇന്ത്യയിൽ വെച്ച് പറയാൻ വേണം. സുനിൽ ഛേത്രി ഉണ്ടായി. പിന്നെ അതേപോലത്തെ ഒരു 4-5 കളിക്കാർ വേണം. എടാ ഇപ്പൊ 2017 പറഞ്ഞ പോലെ അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് അവിടെ ഒന്ന് കളിച്ച പ്ലേയേഴ്സ് ആയിരിക്കും ഫോഡൻ, സാൻജോ. ഫോഡൻ ആയിരുന്നു ആ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ. അങ്ങനത്തെ പ്ലേയേഴ്സ് കളിച്ച് അവരിപ്പോ മറ്റേ ബാലൻഡിയോർ ക്രൈറ്റീരിയയിൽ ഒന്ന് വരെ നിക്കണേണ്. അതെ, അവർക്കൊപ്പം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കളിക്കാർ കളിച്ചത്. അന്ന് 2017 ആ ഒരു അണ്ടർ-17 വേൾഡ് കപ്പ് കളിച്ച ഏതെങ്കിലും ഒരു ഇന്ത്യൻ കളിക്കാരനെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയോ? ജീക്സൺ. അവനാ ഗോൾ അടിച്ചത് ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിച്ചത് ജീക്സൺ സിംഗ്. അതൊരു ഹെഡർ ഗോളായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കളി കാണുമായിരുന്നു. ഇന്ത്യയുടെ കളിയാണ് എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് ഓരോ ഏരിയസിൽ ഇരുന്ന് കളി കാണാൻ. കാരണം ഇപ്പോ ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മളിപ്പോ അർജന്റീനയുടെ ഫ്ലെക്സ് വെക്കും, ബ്രസീലിന്റെ വെക്കും, പോർച്ചുഗലിന്റെ വെക്കും. പക്ഷേ അപ്പോഴും ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇന്ത്യയുടെ ഫ്ലെക്സ് എന്നാ പൊങ്ങണേന്ന് കാണാൻ വേണ്ടി നമുക്ക് ഒതുക്കുന്നുണ്ടാവും. ഫ്ലെക്സ് ജേഴ്സികളും വേൾഡ് കപ്പ് കളിക്കാതുള്ളത് തന്നെ ഒരു ഇന്ത്യക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറ്റുമോ? അങ്ങനെ ഓരോ കോമ്പറ്റീഷൻ സിമ്പിളായിട്ട് ഇപ്പോ ഇന്ത്യക്ക് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അച്ചീവനായിട്ട് ആദ്യം ഏഷ്യൻസ് ലീഗിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റണം. AFC കപ്പിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യ ഇങ്ങനെയുള്ള ടീമുകൾ ഖത്തർ വരെ അടിച്ച്. ഖത്തർ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ എന്തോരം ഉണ്ട്. അതൊരു ചെറിയൊരു ഐലൻഡ്. അവര് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തെങ്കിലും ശക്തിയോട്ട് പിന്നെ തിരിച്ചു വന്ന് ഏഷ്യൻ കപ്പ് അടിച്ച്. അവിടെ ഖത്തർ നേടാന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നേടിക്കൂടെ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹു വിൽ ബി ദ വിന്നർ ഓഫ് ISL ദിസ് സീസൺ? കേരള ബ്ലാസ്റ്റേഴ്സ് പറയാൻ പറ്റില്ല. ഇപ്പൊ കറന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബംഗളൂരു FC തന്നെയാണ് ചാൻസ് ഉള്ളു. നോർത്ത് ഈസ്റ്റ് കപ്പടിക്കാൻ ലീഗ് ആയതുകൊണ്ട് ഇപ്പൊ പറയാം. കാരണം വെച്ചാൽ മുന്നത്തെ ISL ആണെങ്കിൽ നേരത്തെ പറയാറുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. ലീഗ് ഉണ്ട്, പിന്നെ മറ്റേതുമില്ലേ. പക്ഷെ എന്റെ ഇതില് നോർത്ത് ഈസ്റ്റ് അടിക്കണം, കേരളം അടിക്കണം എന്നാണ് എന്നത്തെയും പോലെ ഇന്നത്തെ ആഗ്രഹം. അല്ല, അതിപ്പോ എല്ലാവരും ആഗ്രഹം അതിപ്പോ ഉള്ളിൻ്റെ മലയാളികളെ ചോദിച്ചു കഴിഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് അടിക്കണമെന്നല്ലേ പറയുള്ളൂ. അതെ, പിന്നെ നമുക്ക് വേറെ ടീമിന്റെ ഇപ്പൊ മൈക്കിൾ സ്റ്റെർണയുടെ കേസ് എടുത്താലുണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ നവംബറിൽ 2 മാച്ച് ഉണ്ട്. അതിന്റെ അകത്ത് റിസൾട്ട് ഇല്ലെങ്കിൽ സാക്കിയൊന്ന് കൺഫേം ആയി. 2 മാച്ചും കൂടി കൊടുക്കും അവസരമായിട്ട്. അതിൽ നിന്ന് റിസൾട്ട് ഇല്ലെങ്കിൽ സാക്കിയും. മിഡിൽ ഓഫ് ദ സീസൺ സാക്ക് ചെയ്തിട്ടും കാര്യമില്ല. പുതിയ കോച്ച് വന്നാൽ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പറയാൻ പറ്റൂല. ഈ സീസൺ അടുത്ത സീസണിൽ പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നതല്ലേ ഈ സീസൺ. ട്രാൻസ്ഫർ വിൻഡോ കൂടി വരുന്നുണ്ട് ജനുവരിയിൽ. പറയാൻ പറ്റൂല. ആഷിഖിന്റെ അഭിപ്രായത്തിൽ ആര് കപ്പടിക്കും? സ്റ്റാറ്റ്യൂട്ട് മിക്കവാറും ബാംഗ്ലൂർ ജയിക്കാൻ ചാൻസ്. സോ എല്ലാവരും ബാംഗ്ലൂരാണ് പറയുന്നത്. 8 കളി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടമല്ല. ഏറ്റവും കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ടീം കേരളത്തിലെ ഏറ്റവും കേരള ഫാൻസ് പിന്നുള്ള ബാംഗ്ലൂരാന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ. മലയാളികൾ കുറെ പേര് ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്യണം, മുംബൈനെ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോ ഓരോരുത്തരുടെ ഒപ്പീനിയൻ. ഇപ്പൊ ഇന്ത്യയും ഓസ്ട്രേലിയയും കളിയായിരുന്നു, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അത് മാത്രം ഇല്ലില്ല, അതിപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. അതിപ്പോ ഇന്ത്യയും ഇംഗ്ലണ്ടും ഫൈനല് ലാസ്റ്റ് T20 വന്നപ്പോ ഞാൻ ബട്ട്ലറിനെ അത് അത്രേ ഉള്ളൂ. പക്ഷേ രാജ്യസ്നേഹിതല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മ മലയാളികളല്ലേ. സ്റ്റേറ്റ് വൈസ് വരുമ്പോ അത് പറയാനുള്ള. ഇപ്പൊ അടുത്ത 25-ാം തീയതി IPL ഓപ്ഷൻ നടക്കുന്നുണ്ട്. ഹയസ്റ്റ് ബിഡ് ആര് പോവും? ബിഡ് ബട്ട്ലർ. നീയാ? എനിക്ക് തോന്നുന്നത് ഋഷഭ് ബട്ട്ലർ പറയടാ. സോറിയടാ, 15 കോടിയിലൊക്കെ നിൽക്കും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണത് ശ്രേയസ് അയ്യറാണ്. കാരണം ക്യാപ്റ്റൻസി ഇല്ലാത്ത കുറെ ടീമുകളുണ്ട്. കൺസിസ്റ്റന്റ് ആണ്, അത്യാവശ്യം നല്ലൊരു ബാറ്ററാണ്. സോ എൻ്റെ പറയുന്നത് ഇപ്പൊ ഈ സീസൺ എന്ന് പറയുന്നത് മെഗാ ഓപ്ഷനാണ്. ഈ മെഗാ ഓപ്ഷൻ എടുക്കുന്ന പ്ലേ എന്ന് വെച്ചാൽ നെക്സ്റ്റ് 3 years കോൺട്രാക്റ്റിലേക്കാണ് ഒരു പ്ലെയർ എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന എടുക്കാൻ ഒരു ഇന്ത്യൻ പ്ലെയറിനെ ആയിരിക്കുള്ളൂ എല്ലാ ടീമും എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതലും കിട്ടാൻ പോകുന്നതും ഋഷഭ് പന്തിന് തന്നെ ആയിരിക്കുള്ളൂ ഈ സീസൺ. എന്റെയും ചാൻസസ് എനിക്ക് തോന്നുന്നത് പന്തിനാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഐ തിങ്ക് ശ്രേയസർ ഒരു ഡ്രം കാർഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ശ്രേയസർ എന്ന് പറയുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ ഋഷഭ് പന്തിലേക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വരുന്നുണ്ട്.
അല്ല ഈ ശാങ്കിശനൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ജോസ് ബട്ട്ലർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് മെയിനായിട്ട് എല്ലാവരും കീപ്പർ അപൂർവ ബാറ്റ്സ്മാൻ. കളിയിൽ മാത്രമേ വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പോ ഒറ്റ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോരുത്തർക്കും തോന്നുന്ന ഒരു മെയിൻ 5 കളിക്കാരാ പറയാ ഏറ്റവും കൂടുതൽ ബിഡിന് പോകാൻ പോണ. ഓ അപ്പൊ ഞാൻ പറയാ തുടക്കം നിന്ന് ഒന്ന് ടയറിലുള്ള കളിക്കാരൊക്കെ ടയർ തന്നെയായിരിക്കും. എന്നാൽ പോലും എൻ്റെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ബിഡ് വെച്ച് പോകാൻ പോണ ഒരു 5 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, മിച്ചൽ സ്റ്റാർക്ക്, ജോസ് ബട്ട്ലർ. സ്വാഭാവികം അതങ്ങനെ തന്നെ പോവാൻ സാധ്യതയുള്ളൂ അല്ലേ. അതിൽ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേരെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യണതായിരിക്കും. എനിക്ക് തോന്നുന്നു റബാഡ, മാർക്കസ്, സ്റ്റോയിനസ്. സ്റ്റോയിനസിന് പക്ഷെ അത്രയും പോകും. ഓൾറൗണ്ടർ. അപ്പൊ മാക്സ്വെൽ മാക്സ്വെല് ഇവരൊക്കെ ബിഡ് പക്ഷെ മാക്സ്വെൽ കാര്യം എന്ന് വെച്ചാൽ പിന്നെ മാക്സ്വെൽ എന്നൊക്കെ പറഞ്ഞാലും ഒരു മോഹവില് ഉണ്ട്. അത് ഏതൊരു ടീം കൊടുക്കും. കോടിക്ക് മേലെ എന്തായാലും കൂടും അതൊക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് മെഗാ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോണത് ഇന്ത്യൻ പ്ലേയേഴ്സിനാണ്. വേറൊരു സംഭവം നിങ്ങൾക്ക് അറിയോ, കഴിഞ്ഞ തവണത്തെ IPL ഫുൾ ബഡ്ജറ്റ് 106 കോടിയായിരുന്നു. ഇത്തവണ പഞ്ചാബിന്റെ മാത്രം 110 കോടി ഇരിക്കുന്നുണ്ട്. മെഗാ ഓപ്ഷനാണ് ഇത്. അതൊന്നല്ല, നമ്മുടെ മറ്റേ പ്രീതി മാമിന് ഇതേ പക്ഷെ ഇത്തവണ സൺറൈസേഴ്സിന് പൊക്കല് വലുതായിട്ടുണ്ടാവൂല. പൊക്കല് തീരില്ലാത്ത ടീമിൽ തന്നെയാണ് സൺറൈസേഴ്സ്, രാജസ്ഥാന്. അവർക്കൊന്നും പർച്ചേസ് ഞാൻ മിച്ചൽ സ്റ്റാർക്ക് ഈ പറഞ്ഞ പോലെ സൺറൈസേഴ്സിൽ പഞ്ഞു എന്ന് പറയാൻ കാരണം സെറ്റായി. പിന്നെ ഒന്നും നോക്കണ്ട, കമ്മിൻസ്, സ്റ്റാർക്ക്, ക്ലാസൺ, ട്രാവിസ് ഹെഡ്. നല്ല പ്രതീക്ഷ ഉണ്ട് ബാംഗ്ലൂരിന്. ഇപ്പൊ പ്രതീക്ഷ നല്ലതാണ് അല്ലേ. എല്ലാ സീസണും ഒരേപോലെ ആവണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചെന്നും പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ 5 കൊല്ലത്തിൽ 3 തവണയൊക്കെ അടിപ്പിച്ചടിക്കാറുണ്ട്. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ 2015 അടിച്ചതിന് ശേഷം 2025 അടിക്കണം. സൺറൈസേഴ്സ് ഇപ്പൊ കപ്പടിക്കാത്ത ടീമല്ല IPL. അതെ, ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ ഇത്രയും കാലം 2008 മുതലല്ലേ ഇപ്പൊ IPL വന്നത്. ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ, ബെസ്റ്റ് ഫോറിൻ പ്ലെയർ. ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ എന്ന് വെച്ചാൽ നമുക്കൊരു കൺസിസ്റ്റൻസി നോക്കണം. വെച്ചാൽ 2008 മുതൽ ഇത്ര നാളും അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന പ്ലെയർ എന്ന് വെച്ചാൽ മിസ്റ്റർ IPL സുരേഷ് റെയ്ന. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഒരു കൺസിസ്റ്റൻറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ പുള്ളി റിട്ടയർ ആവണേക്ക് ഒരു 1-2 സീസൺ മുന്നേ മുതലാണ് ഇതൊരു കൺസിസ്റ്റൻസി കുറഞ്ഞു വന്നത്. അപ്പോഴേക്കും പുള്ളി റിട്ടയർ ചെയ്ത് പുള്ളിയുടെ ഇത് തന്നെ പോയി. പിന്നെ കുറേ ഇതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഓപ്ഷനിൽ അൺസോൾഡ് പ്ലെയർ എന്നുള്ള ഇതിൽ കുറേ ന്യൂസൊക്കെ ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ ഫോറിൻ പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ് ഗെയിൽ. നീ 2 ബാറ്റർ അല്ലേ പിന്നെ എനിക്കൊരു പ്ലെയർ പറയാനുണ്ട്, ഡേവിഡ് വാർണർ. ഓക്കെ, ഫുൾ ബാറ്റ്സ്മാനാണ് ഇപ്പൊ നീ പറഞ്ഞേക്കണം. ഫുൾ ബാറ്റ്സ്മാൻ്റെ ഫുൾ ബാറ്റ്സ്മാനെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളറും ഒരു 3-4 സീസൺ അതിന് മേലെ IPL സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടില്ല. പക്ഷെ ഒരു ബാറ്റ്സ്മാൻ നോക്കണേ, ക്രിസ് ഗെയിൽ എന്ന് പറഞ്ഞാൽ എത്ര സീസൺ കളിച്ചിട്ടുണ്ട്, വാർണർ എന്ന് പറഞ്ഞാൽ എത്ര സീസൺ കളിച്ചിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാരെ കൂടുതലും IPL നിൽക്കുന്നുള്ളൂ. അപ്പൊ നീ ബാറ്റ്സ്മാനെ പറയണോ? മുസ്താഖ്, സുനിൽ നരൈൻ. ഓക്കെ, ഇത്രക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോളർ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു 3-4 സീസൺ എടുത്തു കഴിഞ്ഞാൽ വെടിക്കെട്ട് ബാറ്റിങ്ങുമാണ്. സുനിൽ നരൈൻ്റെ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേറെ പ്ലെയർ IPL ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അതിനുശേഷം വേറൊരു പ്ലെയറും കൂടി പറയാൻ പറഞ്ഞ ലസിത് മലിംഗ. ഇന്ത്യൻ പ്ലെയർ കോഹ്ലി. ഞാൻ കോഹ്ലിനെ പറയുള്ളൂ. കാരണം കൺസിസ്റ്റൻസിയുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെ RCB കപ്പടിച്ചിട്ടില്ല. പക്ഷേ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ കോഹ്ലി ടോപ്പാണ്, വേറെ ഒന്നും പറയാനില്ല. ആഷിഖ് പറഞ്ഞല്ല, ഒന്ന് കോഹ്ലി, ഇന്ത്യൻ പ്ലെയർ മക്കല്ലം സോഫാർ. ഓക്കെ, എന്റെ ആൻസർ എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലെയർ ഞാൻ ധോണി അല്ല സച്ചിൻ അല്ല, ഞാൻ ധോണിനെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് പറഞ്ഞ പോലെ സുരേഷ് റെയ്ന അവനുണ്ടാക്കിയ ഇമ്പാക്ട് ചെന്നൈക്ക് വേണ്ടി IPL എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ ഉണ്ട്. അത് മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയർ വരുന്നത് ഇവരുടെ കപ്പടിക്കുന്ന സീസണിലാണെങ്കിലും എല്ലാത്തിലും ഇവന് മെയിൻ കോൺട്രിബ്യൂഷൻ ഉള്ള കളിക്കാരനാണ്. ഈ ഇമ്പോർട്ടന്റ് മാച്ചസിൽ നമുക്ക് ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ മെമ്മറീസ് എന്ന കളിക്കാരനും കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചെന്നൈ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു ഇന്നിംഗ്സ് അല്ലേ 87 out of 25 balls 24 ബോളിൽ 25 ബോൾ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ ഒരു പ്ലെയറിനില്ല. അല്ല, സെമിഫൈനൽ പഞ്ചാബായിട്ട് അതിന്റെ കൂടെ നിന്നത് റണ്ണൗട്ട് ആക്കിയത്. എനിക്ക് ഇപ്പോഴും കാരണം ഞാൻ ഒരു റെയ്ന ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി ആ ഒരു സ്റ്റേഡിയം ലീവ് ചെയ്തത് അന്ന് കയറി പോണത്. ഫാനായിരുന്നു. അതിപ്പോ നീ ഇന്റർ മിയാമി ഫാൻ അല്ലേ?
പ്രതീക്ഷിക്കാവുന്നുള്ളൂ. 6 ഓവർ പവർ പ്ലേയില് 5 ഓവർ സംതിങ് സുരേഷ് റെയ്ന ബാറ്റ് ചെയ്തു. 100 റൺസ് പവർ പ്ലേയില്. അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര സംഭവമാണ്. അത്രേ ഉള്ളൂ. നീ ഇപ്പോ ഇന്ത്യൻ പ്ലെയർ സുരേഷ് റൈനയെ പറഞ്ഞു, ഫോറിൻ പ്ലെയർ ഞാൻ പ്ലെയർ നിങ്ങൾ എല്ലാരും ബാറ്ററെ പറഞ്ഞോണ്ട് ഞാൻ ബോളറിനുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞ 2 ബോളേഴ്സ് ആയിരുന്നു. നീ മലിംഗാണോ? സുനിൽ നരേനും പറഞ്ഞു, മലിംഗയും പറഞ്ഞു. എനിക്കും മലിംഗാണ്. മലിംഗ മുംബൈക്ക് വേണ്ടി അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒരു കളിച്ചാണ്. ഡെയിൻ ബ്രാവോനെ പറയാൻ പറ്റില്ലേ, അണ്ടർ റേറ്റഡ് ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നതാണ്. IPL ഇപ്പൊ നമ്മ ഈ പറഞ്ഞതുപോലെ ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു, ഓവർസീസും ഇന്ത്യനും. അണ്ടർ റേറ്റഡ് ബെസ്റ്റ് പ്ലെയറും ഓവർ റേറ്റഡ് പ്ലെയറും IPL ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഓവർസീസ് ഒന്നും തിരിക്കാൻ നിൽക്കണ്ട. നിനക്ക് തോന്നണം ഓവർ റേറ്റഡ് പ്ലെയർ അണ്ടർ റേറ്റഡ് പ്ലെയർ IPL ഹിസ്റ്ററി? ഫസ്റ്റ് ആകുമ്പോട്ടെ ഞാൻ ഓർത്തെടുക്കട്ടെ. അണ്ടർ റേറ്റഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചഹലിനായിരിക്കും. ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആണ്. അവന് കിട്ടിയിട്ടുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ബാംഗ്ലൂര് ആ ഓപ്ഷൻ വന്നപ്പോ അവനെ തട്ടി. ഇപ്പൊ രാജസ്ഥാൻ ഓപ്ഷൻ വന്നപ്പോ അവനെ തട്ടി. കാരണം ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ കളിക്കാരനാണ് അവൻ. അവന് അണ്ടർ റേറ്റഡ് എനിക്ക് അണ്ടർ റേറ്റഡ് ഞാൻ പറയുകയാണെങ്കിൽ ജഡേജനെ പറയും. ജഡേജ ഒരിക്കലും അണ്ടർ റേറ്റഡ് അല്ല. എന്തായാലും ചെന്നൈയില് അവൻ ആ ടോപ്പ് പൊസിഷൻ കിട്ടണം. സിമ്പിൾ ആയിട്ട് പറയുന്നത് ജഡേജയുടെ വിക്കറ്റ് പോവാൻ വേണ്ടി കാത്തിരിക്കണം എന്തോരം ചെന്നൈ ഫാൻസ് ഉണ്ട്. മാത്രമേ ഉള്ളൂ. അതിപ്പോ ഈ 2 സീസൺ ആയിട്ട് ജഡേജ പറയുന്നില്ല. ഭുവനേശ്വർ കുമാർ പറയാലോ, ഭുവനേശ്വർ കുമാർ ഓക്കെ, അണ്ടർ റേറ്റഡ് എന്ന് പറയാലോ. ഓക്കെ. ഓവർ റേറ്റഡ് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഓവർ റേറ്റഡ് ഞാൻ പറയണെങ്കിൽ ആരും തെറി പറയരുത്, സച്ചിൻ. ഞാനും ഇപ്പൊ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ക്രിക്കറ്റ് ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓവർ റേറ്റഡ് പ്ലെയർ എന്ന് പറഞ്ഞ സച്ചിൻ തന്നെയാണ്. പക്ഷെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഗോഡ് ഓഫ് ക്രിക്കറ്റിന് ഗോട്ട് ഓഫ് ക്രിക്കറ്റ് ഈ സച്ചിൻ അണ്ടർ റേറ്റഡ് ഇന്ത്യക്കാരനായതുകൊണ്ടാണോ? നമുക്ക് ആയിരിക്കും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയണത്, ഞാൻ പറയണത് ഗോട്ട് ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ജാക്ക് അലീസ. ഗോട്ട് ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ജാക്ക് അലീസോ അല്ല സച്ചിൻ നോക്കൂറ അല്ല, ഡോൺ ബ്രാഡ്മാൻ ആണ്. ടെസ്റ്റ് മാത്രം കളിച്ചിട്ട് പ്ലെയർ ആണ് ഈ ബ്രാഡ്മാൻ എന്ന് പറയുന്നത്. ബ്രാഡ്മാന്റെ കാലത്ത് ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും ആവറേജിലാണ് കയറി നിൽക്കുന്നത്. അത് ഇത്ര ചെറിയ കളി കളിച്ചിട്ടുള്ളൂ, 50-60 കളിയാണ് കളിച്ചിട്ടുള്ളൂ. ഞാൻ സച്ചിനെ തള്ളി പറഞ്ഞല്ല, ഇവൻ സച്ചിനെ തള്ളി പറഞ്ഞ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അണ്ടർ റേറ്റഡ് അല്ല ഓവർ റേറ്റഡ്. സോറി, ഞാൻ പറഞ്ഞ IPL ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ സച്ചിൻ ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും അത് ജന്മത്തെ അംഗീകരിക്കൂല, മരിക്കണവരെ അംഗീകരിക്കൂല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചാൻസ് എടുത്തു. ധോണി സച്ചിനേക്കാളും ബെറ്റർ ആയിരുന്നു IPL. റെയ്ന ബെറ്റർ ആയിരുന്നു, കോഹ്ലി ബെറ്റർ ആയിരുന്നു, സേവാഗ് ബെറ്റർ ആയിരുന്നു, ഗംഭീർ ബെറ്റർ ആയിരുന്നു. സച്ചിനെ കമ്പയർ ചെയ്യുന്നത് ധോണി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണത്. അത് സച്ചിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താ? സച്ചിൻ എന്ത് IPL പിന്നെ അതും പോരാണ്ട് പൊടിച്ചോ സ്വന്തം മോനെ പിടിച്ച് കളിപ്പിച്ചോണ്ടിരിക്കുന്നു. അതൊരിക്കലും അതൊന്ന് ഇതൊക്കെ ബേസ്ലെസ് റൂമേഴ്സ് ആണ്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ എന്തായാലും അംഗീകരിക്കില്ല. നീ ഓവർ റേറ്റഡ് നിങ്ങൾക്കുള്ള ഇനി കിട്ടിക്കോളൂ. ഒരുത്തൻ സച്ചിനെ കുറ്റം പറഞ്ഞേക്കണത് അവിടെ 2 പേര് ധോണി തെരുവിലമാക്കാനായിട്ട് അണ്ടർ റേറ്റഡ് ഓവർ റേറ്റഡ് അത് പറഞ്ഞു അതിനുള്ള കേൾക്കാൻ. എടാ നമ്മ സ്റ്റാറ്റ്സിൽ നോക്കി പറയണത് ഞാൻ അംഗീകരിക്കും. ബാറ്റ്സ്മാനായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്, ബോളറായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. അത് നീ ഇപ്പൊ പറഞ്ഞ മറ്റേ ഇൻസ്റ്റാഗ്രാം റീലും എല്ലാം എടുത്തിട്ട് നീ പോസ്റ്റിന്റെ കാര്യം നീ പറയുന്നത് മനസ്സിലായി. ബോളിംഗിൽ സയ്യിർ ഖാനും ബാറ്റിംഗിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ആ കമ്പാരിസൺ ആണ് നീ ഇപ്പൊ കൊണ്ടുവന്നത്. അല്ല, സംഭവം അങ്ങനെ തന്നെയാണ്. സയ്യിർ ഖാന്റെ അത്രയും വിക്കറ്റ് കൂടുതൽ ജയക്കാലിസിനുണ്ട്, സച്ചിനേലും കൂടുതൽ ഏവറേജും ജയക്കാലിസിനുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നീ സച്ചിന്റെ നീ അണ്ടർ റേറ്റഡ് ഓവർ റേറ്റഡ്. ഇപ്പൊ നീ സച്ചിനെ കുറ്റം പറ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, കോഹ്ലി ഓർ സച്ചിൻ? കോഹ്ലി. അത് കോഹ്ലിയാ? അയ്യോ ചാൻസ് മച്ചാനെ. അല്ല, രണ്ടുപേരും കളിച്ച കോഹ്ലി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആണ് കോഹ്ലി. ബട്ട് സച്ചിൻ ഈസ് ദി ഒറിജിനൽ ഗോഡ്.
ഓൾഡ് കോട്ടുന്നല്ലോ ഓൾഡ് കൂട്ടുന്നല്ലോ അല്ല, അത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം അവര് കളിച്ച സമയങ്ങൾ വ്യത്യാസമുണ്ട്, ബോളേഴ്സ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഫീൽഡിംഗ് ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. വെയിലത്ത് കളിച്ചത് മറ്റേതൊക്കെ മറ്റേ ഇവര് ക്രിക്കറ്റ് നോളേജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറഞ്ഞ പോലെ നീ സെയിം ചോദ്യം വിരാട് കോഹ്ലിയുടെ അടുത്ത് ചോദിക്കി, സച്ചിനോട് കോഹ്ലി സത്യം പറയുള്ളൂ. അത് 100% സത്യം പറയുള്ളൂ. എന്തുകൊണ്ട് വിരാട് കോഹ്ലിനെ പോലും ഇൻസ്പയർ ചെയ്ത കളിക്കാൻ മെസ്സി റൊണാൾഡോ മെസ്സി എടുത്ത് വെച്ചാൽ മെസ്സി പറയും ഞാൻ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയും. മെസ്സി പറയും റൊണാൾഡോ പറയും. റൊണാൾഡോ ആ മറഡോണ എന്ന് പറയും ചിലപ്പോ. എന്തുകൊണ്ടാ മറഡോണക്ക് എന്തെങ്കിലും ബെസ്റ്റ് പ്ലെയർ മെസ്സി തന്നെയല്ലേ? പക്ഷെ മെസ്സി പറയണ കളിച്ചോണ്ടിരിക്കാണ്. അർജന്റീനയെ പോയി ഇതേ ചോദ്യം ചോദിച്ചാലുണ്ടല്ലോ ചിലവര് മറഡോണ, അതേപോലെ തന്നെ ഇന്ത്യയിൽ പറഞ്ഞത് ചിലവര് കോഹ്ലി പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരൺ ജോഹറിന്റെ ഒരു ഷോയില് ഹാർദിക് പാണ്ഡ്യട്ടും KL രാഹുലിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, സച്ചിനാണ് കോഹ്ലിയാണോ? ഇവര് രണ്ടുപേരും പറഞ്ഞ ഉത്തരം എന്താന്ന് പറയുന്നത്? കോഹ്ലി. കാരണം അവർക്ക് കളിക്കണം, അപ്പൊ അവൻ ക്യാപ്റ്റൻ ആയിരുന്നു കോഹ്ലി. അപ്പൊ നീ പറയില്ലേ അപ്പൊ അവൻ ടീമിൽ കളിക്കണം. അമ്മാരി ചോദ്യത്തിൽ വേണ്ട, സച്ചിൻ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിൽ. കോഹ്ലിയുടെ ഷോട്ട്സ് ആണെങ്കിലും കോഹ്ലിയുടെ ഇതാണെങ്കിലും കോഹ്ലിയിൽ ഒന്ന് സച്ചിനേലും കൂടുതൽ കോഹ്ലിക്ക് പറയാൻ ഒരേ ഒരു കാര്യം ഫിറ്റ്നസ്. ഞാൻ പറയട്ടെ, പറയട്ടെ സച്ചിൻ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ് എ ക്യാപ്റ്റൻ. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ ബെസ്റ്റ് ക്യാപ്റ്റനോ അല്ലല്ല, ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ഓൾ ടൈം അല്ലല്ലോ ധോനി. ഞങ്ങളെ സംബന്ധിച്ചാണ് ആണ്. കാരണം നമുക്ക് എല്ലാ ഇന്ത്യൻ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ഓൾ ടൈം ധോനിയാണ്. പക്ഷെ ഓൾ ടൈം ഓൾ കൺട്രി എടുത്തതിനാ റിക്കി പോണ്ടിങ്ങിന്റെ അടുത്ത് കമ്പയർ ചെയ്യാൻ ഒരാളില്ല. ഞങ്ങളെ ഇന്ത്യൻസിനെ സംഭവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല ഇപ്പൊ ജോസ് ബട്ട്ലറങ്ങാനും ക്യാപ്റ്റൻ ആണെങ്കിൽ മക്കളത്തിന് പറയത്ത് മക്കളെല്ലാം ഒന്നും നേടാത്തോണ്ട് ഫൈനലില് ഇന്ത്യക്ക് ഒരു ലെറ്റർ അയച്ച എപ്പോഴും ഓർക്കുന്നത് 2014 15 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു മക്കള് ലെറ്റർ അയച്ചു. അതിപ്പോ ടി വില്ലിയേഴ്സ്, ഡേവിഡ് വാർണർ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം അവിടെ മെയിൻ റവന്യൂ ഇവിടെയാണ്. കാര്യം രണ്ട് ഫസ്റ്റിന് പൂയത്തിൽ ഔട്ട് ആവുകയും ചെയ്തു. വെറുതെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അടുത്ത 25-ാം തീയതി IPL മെഗാ ഓപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം മെഗാ ഓപ്ഷന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള IPL പോഡ്കാസ്റ്റ് വരുന്നതായിരിക്കും. കൊണയടി ഇല്ലാണ്ട് എല്ലാവരും വാച്ച് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാ, ഫോളോ ചെയ്യാ, ബെൽ ബട്ടൺ. ഇന്ത്യക്കാരെ പറയാൻ